കേൾ 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇറോട്ടേഷണൽ വെക്ടർ ആണ് അല്ലെങ്കിൽ എനിക്ക് തോന്നി കൺസർവേറ്റീവിന്റെ ടേം നമ്മൾ ഇന്റഗ്രേഷന്റെ പോർഷൻ വരുമ്പോൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൺസർവേറ്റീവ് ആണെങ്കിൽ സ്കേലർ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നു, സ്കേലർ പൊട്ടൻഷ്യൽ എന്നുള്ള ടൈം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ സെഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ സ്കേലർ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് കേൾ 0 ആകുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഇറോട്ടേഷണൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കേൾ ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നോട്ട് ചെയ്തേക്കാണ്. കേളും ഡൈവർജൻസും കണ്ടുപിടിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്റെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയിരിക്കുന്നത്. കേൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? കേൾ വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ്. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഡെൽ എന്ന് പറയുന്നതിന്റെ കമ്പോണൻസ് വരുന്ന ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്. പിന്നെ ഈ വെക്ടർ എഫിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? എക്സ് വൈ ഇ റേസ് ടു എക്സ്, എക്സ് വൈ ഇ റേസ് ടു എക്സ്. പിന്നെ അടുത്തതോ മൈനസ് എക്സ് ക്യൂബ് വൈ ഇസെഡ് ഇ റേസ് ടു ഇസെഡ് പ്ലസ് എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ. സോറി, അപ്പം എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ. ഇത് മനസ്സിലായോ ഈ എഴുതിയത്? മനസ്സിലായി സർ. ഓക്കെ, ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണേ? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് മൈനസ് എക്സ് ക്യൂബ് വൈ ഇസെഡ് ഇ റേസ് ടു ഇസെഡ്. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു ഏതാ വരണേ? ജെ എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും ഒഴിവാക്കിയിട്ടുള്ളതിന്റെ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ വരും അല്ലെ? അപ്പൊ എങ്ങനെ വരണേ? ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ, എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് വൈ ഇ റേസ് ടു എക്സ്, എക്സ് വൈ ഇ റേസ് ടു എക്സ്. ഇതാർക്കും സംശയം വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വേറൊരു പ്രോബ്ലം കൂടെ പറയുന്നത്. പ്ലസ് കെ ഇൻറ്റു, ഇപ്പൊ ഫസ്റ്റ് റോയും തേർഡ് കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കണം. അപ്പൊ എന്താ പറയണേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് എക്സ് ക്യൂബ് വൈ ഇസെഡ് ഇ റേസ് ടു ഇസെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ഇ റേസ് ടു എക്സ്. ശരിയല്ലേ? അതെ. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഷൻ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഐ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തില്ല അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഇ റേസ് ടു വൈ. എന്ത് ചെയ്യേണ്ടി വരും? എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈ സ്ക്വയർ ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് വേണം. അപ്പൊ പ്രോഡക്റ്റ് റൂൾ എടുക്കേണ്ടി വരും അല്ലേ? ഞാൻ ഈ എഴുതിയേക്കുന്നത് ശരിയാണോ?
ഓക്കെ, ഇത് തെറ്റിപ്പോകരുത്. പ്രോഡക്റ്റ് റൂൾ അവിടെ വരണം എന്നുള്ള കാര്യം ഓർക്കണം. അടുത്തത് മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും. എക്സ് ക്യൂബ് വൈ കോൺസ്റ്റന്റ്. ബാക്കി പ്രോഡക്റ്റ് റൂൾ എടുക്കണം. അപ്പൊ എന്താ പറയണേ? z into e raised to z plus e raised to z into 1 i into ഇത്രയും വരും. ശരിയാണോ? ശരിയാണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു പറഞ്ഞേ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇ റൈസ് ടു വൈ. വൈ സ്ക്വയർ ഇ റൈസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്. e raised to y തന്നെ വരും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആ വരണേ അല്ലേ? മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വൈ ഇ റൈസ് ടു എക്സ്. അതെന്താ? 0. മൊത്തം കോൺസ്റ്റന്റ് അല്ലേ വരുള്ളൂ, അതുകൊണ്ട് 0 ആണ്. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതെന്താ? മൈനസ് വൈ ഇസഡ് ഇ റൈസ് ടു ഇസഡ്. ഇത്രയും കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x ക്യൂബ് 3x സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ്, അപ്പൊ വരുമ്പോ എക്സ് ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഓക്കെ, സോ ഇത്രയും എഴുതുക. ഇനി വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഭംഗിയാക്കി എഴുതാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഐയും ജെയും ഒന്ന് ആദ്യം എഴുതില്ല, സോ അത് ലാസ്റ്റിലേക്ക് ആയിട്ട് എഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും ഒന്ന് വൃത്തിയായിട്ട് എഴുതാനായിട്ട് നോക്കിയേ. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെയായിരിക്കും വരിക? എക്സ് വൈ സ്ക്വയർ ഇ റൈസ് ടു വൈ പ്ലസ് 2xy ഇ റൈസ് ടു വൈ പ്ലസ് എക്സ് ക്യൂബ് വൈ ഇസഡ് ഇ റൈസ് ടു ഇസഡ് പ്ലസ് എക്സ് ക്യൂബ് വൈ ഇ റൈസ് ടു ഇസഡ്. എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് തോന്നണില്ല. എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്നും സിംപ്ലിഫൈഡ് ആവുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണ്ട, ഇത് വേണ്ട, ഞാൻ എഴുതിയത് ഒഴിവാക്കുന്നു. കാരണം നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും സിംപ്ലിഫിക്കേഷൻ കിട്ടുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതണ്ട. അതിന് പകരം ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്കിയാൽ ഇ റൈസ് ടു വൈ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് നിർത്താമല്ലേ, വൈയും കോമൺ ആയിട്ട് നിർത്താമല്ലേ. ഈ ആദ്യത്തെ ഈ രണ്ട് ടേമിന്നേ വൈ ഇ റൈസ് ടു വൈ കോമൺ ആക്കാമല്ലേ. എക്സ് ഓൾറെഡി കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എക്സ് വൈ ഇ റൈസ് ടു വൈ ഇൻറ്റു ബാക്കി പിന്നെ എന്താ ഉള്ളത്? വൈ പ്ലസ് 2 പ്ലസ് എക്സ് ക്യൂബ് വൈ ഇ റൈസ് ടു ഇസഡ്. അതായത് ഒരു ഇ റൈസ് ടു ഇസഡ് അടുത്ത രണ്ട് ടൈം ഇത് കോമൺ ആയിട്ട് നിർത്തി. ഇൻറ്റു എന്ത് വരും? z+1 ഓൾ ഇൻറ്റു ഐ. ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ മൈനസ് വൈ സ്ക്വയർ ഇ റൈസ് ടു വൈ ജെ. പിന്നെ മൈനസ് കോമൺ ആയിട്ട് നിർത്താം. പിന്നെ എന്തെങ്കിലും കോമൺ ആയിട്ട് കിട്ടാനുണ്ടോ? ഒന്നുമില്ല. സോ മൈനസ് ഓഫ് 3yz 3x² അങ്ങനെ എക്സിനെ കോമൺ ആയിട്ട് നിർത്താം അല്ലെ. ഓക്കെ, മൈനസ് 3x² y z e raised to z plus x e raised to x all into k. ഇതായിരിക്കും എന്ത് കിട്ടുന്നേ? കേൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് മനസ്സിലായോ? ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തേ. ഇത് ചെയ്തത് മനസ്സിലായോ? പക്ഷെ ചെയ്യുമോന്നുള്ളത് അറിയില്ല അല്ലെ. പക്ഷെ ഞാൻ പറയണത് ഞാനിത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്കേണ്ട കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ നോർമലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. കേളും ഡൈവർജൻസും ഒക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത്
ഇത് ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെല്ലാവർക്കും എഴുതാൻ പറ്റും. ഇത്രയും വരെ നിങ്ങൾക്ക് എഴുതാൻ മേലേ? പറ്റും. 1 മാർക്ക് കിട്ടും, നോ ഡൗട്ട്. ഇനി ഇത്രയും വരെ ആ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിച്ച് ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സും കിട്ടും. താഴത്തെ സിംപ്ലിഫിക്കേഷൻ ഒന്നും നമുക്കിവിടെ റെലവൻസ് ഇല്ല. ഡെറിവേറ്റീവ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സും കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്യാൻ പറ്റില്ലേ? എന്തായാലും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് എഴുതാൻ പറ്റില്ലേ? അതെല്ലാവരും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാനിന്ന് വീണ്ടും എടുത്തതിന്റെ കാരണം അതാണ്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം. കേൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഓർമ്മയിൽ ഉണ്ടായി അത് എഴുതണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വെക്ടർ എഫിന്റെ എക്സ് ഐയുടെ കൂടെയുള്ള കമ്പോണൻസ് ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ജെയുടെ കൂടെയുള്ളത്, നമ്മുടെ ആ നെഗറ്റീവ് സൈനുണ്ട്, ആ നെഗറ്റീവും കൂടെ ചേർത്ത് അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ കെയുടെ കൂടെ ഉള്ളത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റില്ലേ എന്നുള്ളതാണ്. അത് പറ്റും, അതെല്ലാവരും എഴുതണം. അത്രയും എഴുതിയാൽ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റിൻ്റെ അകത്ത് 1 മാർക്ക് കിട്ടും. അവിടെ വരെ എഴുതിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. മിക്കവാറും ഇതിന്റെ അകത്ത് നമ്മൾ ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സ്റ്റെപ്പും കൂടെ എഴുതി എന്തായാലും 1 മാർക്ക് കിട്ടും. അതിന്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിന്റെ അകത്ത് പിന്നെ ഈ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്സുമായി. ഓക്കെ, ഇനി ഇതിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. ഡൈവേർജൻസ് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഡൈവേർജൻസ് ആകുമ്പോൾ എന്താ വേണ്ടേ? ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് വെക്ടർ എഫ് ഈക്വൽ ടു ഏതായിരുന്നു? എക്സ് വൈ ഇ റേസ് ടു എക്സ് ഐ, എക്സ് വൈ ഇ റേസ് ടു എക്സ് ഐ മൈനസ് x cube yz e raised to z e raised to zj plus xy square e raised to ik. ഇതാണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് വെക്ടർ എഫ് എന്തായിരിക്കും? അതിനെ നമ്മൾ ഡെൽ ഡോട്ട് എഫ് എന്നുള്ള നൊട്ടേഷൻ എടുക്കുന്നുണ്ട്. ഈക്വൽ ടു എന്തായിരിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏതാ കൊടുക്കണ്ടേ? ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. അപ്പൊ എക്സ് വൈ ഇ റൈസ് ടു എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം കൊടുക്കുന്നത് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് വൈ ഇസെഡ് ഇ റൈസ് ടു ഇസെഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് കെയുടെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള കൊടുക്കണം. അത് എക്സ് വൈ ഇ റൈസ് ടു വൈ. ഇത്രയും എല്ലാവർക്കും എഴുതാൻ പറ്റില്ലേ? ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്രയും എഴുതിയ 1 മാർക്ക് കിട്ടും. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈക്വൽ ടു എന്തെന്ന് വരും? ഈ ഫസ്റ്റ് ടൈമിന്റെ നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അപ്പൊ വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈ ഇൻറ്റു പിന്നെന്താ എക്സ് ഇ റേസ് ടു എക്സിന്റെ അത് പ്രോഡക്റ്റ് റൂൾ എടുക്കേണ്ടി വരും. എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് ഇസെഡ് ഇ റേസ് ടു ഇസെഡ് ഇത്രയും കോൺസ്റ്റന്റ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ അതെന്താ 1. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടൈം ആണെങ്കിലോ സോ ഇതായിരിക്കും ആൻസർ. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ?
സർ മനസ്സിലായി സർ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും, അതിന് 1 മാർക്ക് കിട്ടും. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നിടത്താണ് പിന്നെ തെറ്റിപ്പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനങ്ങ് നോട്ട് ചെയ്തതേ ഉള്ളൂ. വെക്ടർ ആർ, നോർമലി നമ്മൾ വെക്ടർ ആർ എപ്പോഴും പറയുമ്പോൾ അതെന്താണ്? വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അത് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യണം. ജനറൽ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് അല്ലേ? അറിയാം, പറഞ്ഞിട്ടുള്ളതല്ലേ അത്? വെക്ടർ ആർ, ഈ വെക്ടർ ആറിന്റെ മോഡുലസിനെയാണ് നമ്മൾ വെറും 6 എന്നുള്ള രീതിയിൽ എഴുതുന്നത്. സോ വെറുതെ 6 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണ്. വെക്ടർ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. ഓക്കെ, ഞാൻ ഈ നൊട്ടേഷൻ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ വെക്ടർ ആർ എഴുതിയേക്കുന്നത് ആറിന്റെ മുകളിൽ സിമ്പിൾ കൊടുത്തിട്ടാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ വെക്ടർ ആർ എങ്ങനെയായിരിക്കും? ബോൾഡ് ആയിട്ടുള്ള ലെറ്റർ. നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് വെക്ടർ ബോൾഡ് ലെറ്റർ ആയിട്ടല്ല ഞാനിവിടെ ഈ ക്വസ്റ്റിനകത്ത് ഞാൻ നോക്കിയേക്കുന്നതൊക്കെ വെക്ടർ എഫ് എന്നുള്ളത് ഐയും ജെയും കെയും ഒക്കെ ജസ്റ്റ് ബോൾഡ് ആയിട്ട് കൊടുത്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇത് ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ ഈക്വൽ ടു 3 എന്നാണ്. ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൽ ഡോട്ട് വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ ആർ ഇതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഡെൽ ഡോട്ട് വെക്ടർ ആർ പറയുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏത് വരും? എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ത് വരും? ഇത് എളുപ്പമല്ലേ? ഇത് എളുപ്പമല്ലായിരുന്നോ? ആ, ഇത് എക്സാമിന് ചോദിക്കാറുള്ള ആയതുകൊണ്ടെങ്കിൽ ഇത്. അതുപോലെ തന്നെ അടുത്തത് ഇത് ഡെൽ ക്രോസ് വെക്ടർ ആർ അല്ലെങ്കിൽ കേൾ വെക്ടർ ആർ ഈക്വൽ ടു 0 എങ്ങനെയായിരിക്കും? ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. പിന്നെ അടുത്ത റോയിൽ ഏതൊക്കെയാ വാല്യൂസ് എഴുതണ്ടേ? എക്സ് വൈ ഇസഡ്. അതിന്റെ അകത്ത് സംശയമില്ലല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഐ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വൈ ബൈ ഡോ ഇസഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് പ്ലസ് കെ ഇൻറ്റു എന്തായിരിക്കും? ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ. ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0i പ്ലസ് 0j പ്ലസ് 0k. അപ്പൊ ഈക്വൽ ടു എന്തെന്ന് വരും? 0 വെക്ടർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 0 നല്ല 0 വെക്ടർ എന്നാണ് വരേണ്ടത് അല്ലെ? നമുക്ക് വെക്ടർ അല്ലേ കിട്ടിയേക്കുന്നേ? ഇത് ഓക്കെ ആണോ? ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക? എ ക്രോസ് ഡെൽ ക്രോസ് ആം ഈക്വൽ ടു -2 വെക്ടർ എ. അതുപോലെ തന്നെ അടുത്തത് ഞാൻ എഴുതിയിട്ടുണ്ട്, എ ക്രോസ് ഡെൽ ക്രോസ് എ ക്രോസ് ആം. എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഏതൊരു വെക്ടർ ആയിട്ട് i cap plus j cap plus k cap ചെയ്തിട്ട് വെക്ടർ എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് എടുക്കാം. ദിസ് ഇംപ്ലൈസ് ഇവിടെ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് ഡെൽ ആണ്. എ ക്രോസ് ഡെൽ എന്തായിരിക്കും അപ്പൊ വരിക?
എയുടെ കമ്പോണൻസ് ഇതാണ്. സോ ഡിറ്റർമിനന്റ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ ഐ ജെ കെ അല്ലേ? പിന്നെ എയുടെ കമ്പോണൻസ് ഏതൊക്കെയാ? A1 A2 A3. ഇതോ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ പറയണേ? I into A2 dou by dou z minus A2 into A3 dou by dou z minus A3 dou by dou y. Okay, minus J into എന്തായിരിക്കും? A1 dou by dou z minus A3 dou by dou x plus k into A1 dou by dou y minus A2 dou by dou x. ഇത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി therefore ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എ ക്രോസ് ഡെൽ ആണ്. സോ എ ക്രോസ് ഡെൽ ക്രോസ് ആർ അപ്പൊ എന്തായിരിക്കും വരിക? എ ക്രോസ് ഡെൽ ക്രോസ് ആർ. ഇപ്പൊ കിട്ടിയ ഐയുടെയും ജെയുടെയും കെയുടെയും വാല്യൂ പിന്നെ ആറിന്റെ എക്സ് വൈ സെഡ് കൊടുക്കുക. ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോയിൽ ഏത് കൊടുക്കണം? ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ അപ്പൊ A2 ഡോ ബൈ ഡോ ഇസഡ് മൈനസ് A3 ഡോ ബൈ ഡോ വൈ. ഇവിടെ ഞാൻ ഈ മൈനസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കണം. അങ്ങനെ വരുമ്പോ A3 ഡോ ബൈ ഡോ എക്സ് മൈനസ് A1 ഡോ ബൈ ഡോ ഇസഡ്. മൂന്നാമത്തേതോ A1 ഡോ ബൈ ഡോ വൈ മൈനസ് A2 ഡോ ബൈ ഡോ എക്സ്. പിന്നെ മൂന്നാമത്തെ റോയിൽ എന്ത് കൊടുക്കണം? വെക്ടർ ആറിന്റെ കമ്പോണൻസ് എക്സ് വൈ സെഡ്. ശരിയല്ലേ? ഇത് എഴുതി മനസ്സിലായോ? ഇത് മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി എന്ത് ചെയ്യണം? ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്ത് വരും? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൈനസ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ശരിയാണോ? അപ്പൊ എങ്ങനെ എഴുതണ്ടേ? A3 ഡോ Z by ഡോ x മൈനസ് A1 ഡോ Z by ഡോ Z. ഓക്കെ, മൈനസ് അടുത്തത് A1 ഡോ y by ഡോ y മൈനസ് A2 ഡോ y by ഡോ x. ഐയുടെ കമ്പോണന്റ് എഴുതിയത് ക്ലിയർ ആണോ? ഐയുടെ കമ്പോണന്റ് എഴുതിയത് ഓക്കെ. അതുപോലെ ജെയുടെ കമ്പോണന്റ് പറഞ്ഞേ മൈനസ് ജെ ഇൻറ്റു സെക്കൻഡ് കോളം ആണ് ഒഴിവാകേണ്ടത് അല്ലെ? അപ്പൊ എന്ത് വരും? A2 ഡോ സെഡ് ബൈ ഡോ സെഡ് A2 ഡോ Z by ഡോ Z മൈനസ് A3 ഡോ സെഡ് ബൈ ഡോ വൈ ഡോ Z by
ഡോ വൈ, ഓക്കെ, മൈനസ് പിന്നെ ടോട്ടൽ വലിയ വാല്യൂ പിന്നെ ഫസ്റ്റ് എക്സിനെ വെച്ച് A1, അപ്പോൾ മൈനസ് A1 ഡോ ഡോ എക്സ് ബൈ എക്സ് ഡോ ബൈ വൈ ഡോ വൈ മൈനസ് മൈനസ് A2 ഡോ എക്സ് ഡോ ബൈ ഡോ എക്സ് എക്സ്. ബൈ ഡോ എക്സ്, ഓക്കെ, പ്ലസ് കെ ഇൻറ്റു എന്തായിരിക്കും വരണ്ടേ? പ്ലസ് കെ ഇൻറ്റു തേർഡ് കോളം ആണ് പോകുന്നത്. അപ്പൊ എന്ത് വരും? A2 ഡോ വൈ ബൈ ഡോ ഇസഡ് മൈനസ് A3 ഡോ വൈ ബൈ ഡോ വൈ മൈനസ് A3 ഡോ വൈ ബൈ ഡോ വൈ മൈനസ് ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. മൈനസ് A3 ഡോ എക്സ് ബൈ ഡോ എക്സ് ഡോ എക്സ് ബൈ ഡോ എക്സ് മൈനസ് മൈനസ് A1 A1 ഡോ എക്സ് ബൈ ഡോ സെഡ്. ഡോ ഇസഡ്. ഓക്കെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്ക് വേണ്ട ആൻസർ ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വന്നേക്കുന്ന ഒന്ന് നോക്കിക്കേ, അതിനുള്ളിലെ ഡെറിവേറ്റീവ്സ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഡോ സെഡ് ബൈ ഡോ എക്സ് അതെന്താ? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇത് 0 ആയി പോകും. ഡോ സെഡ് ബൈ ഡോ ഇസഡോ 1, ശരിയല്ലേ? അതുപോലെ ഡോ വൈ ബൈ ഡോ വൈ ഇത് 1 ആണ്, ഇത് 0 ആയി പോകും. ഇവിടെ ഇത് 1 വരും, ഇത് 0, ഇത് 0, ഇത് 1 ആണ്, ഇത് 1, ഇത് സോറി ഞാനിവിടെ തെറ്റിട്ടുണ്ടല്ലോ. കേടെ വരുമ്പോ എന്തായിരുന്നു? A2 ഡോ വൈ ബൈ ഡോ ഇസഡ് ആണ്, സോറി ഇത് ഇസഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോ ഇത് എന്തായിരിക്കും വരിക? ഈ ടൈം ഇത് 0 വരും, ഇത് 1 വരും, ഇത് 1, ഇത് 0. അപ്പൊ ആ വാല്യൂസ് ഒന്ന് ചേർത്തെടുക്കാൻ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? I ഇൻറ്റു 0 മൈനസ് A1, ഓക്കെ, മൈനസ് A1 മൈനസ് 0 മൈനസ് J ഇൻറ്റു A2 മൈനസ് 0 മൈനസ് 0 മൈനസ് A2 പ്ലസ് K ഇൻറ്റു 0 മൈനസ് A3 മൈനസ് A3 മൈനസ് 0. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2A1I മൈനസ് 2A2J മൈനസ് 2A3K എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു A1I പ്ലസ് A2J പ്ലസ് A3K എന്ന് വരും. സോ എന്തായിരിക്കും? മൈനസ് 2 വെക്ടർ എ. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നോ? ചെയ്തെത്തുവോ? എത്തും അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിന്റെ എക്സസൈസിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം അങ്ങ് ചൂസ് ചെയ്തത് മാത്രമല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ വെക്ടർ എനെ ഇങ്ങനെ ചൂസ് ചെയ്യണം, വെക്ടർ എനെ ഇങ്ങനെ ചൂസ് ചെയ്യണം. ഇതാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഏതോ അതിനെ ആദ്യം എക്സ്പാൻഡ് ചെയ്യണം. അതായത് എ ക്രോസ് ഡെൽ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, അതാദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ക്രോസ് പ്രോഡക്റ്റിന്റെ എക്സ്പാൻഷൻ മാത്രമേ വരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യില്ല. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞേ. If vector r equal to xi plus yj plus zk, prove that del cross a cross r equal to 2 vector a, where vector a is a constant vector. എന്താ ചെയ്യണ്ടേ? A ക്രോസ് r ആദ്യം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ എ ചൂസ് ചെയ്യുക. വെക്ടർ എ എന്ന് പറയുന്നതിനെ ഏതെടുക്കണം? A1I plus A2J plus A3K. A1I plus
A3K എന്ന് എടുക്കുക അല്ലെ. അതിനുശേഷം A ക്രോസ് R ചെയ്യുക. A ക്രോസ് R എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് IJK. A ക്രോസ് R ആകുമ്പോൾ A1 A2 A3 പിന്നെ R ആണല്ലോ XYZ. ശരിയല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ I ഇൻറ്റു A2Z മൈനസ് A3Y എന്ന് വരും, മൈനസ് J ഇൻറ്റു അങ്ങനെ കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? ഈ ഡെല്ലുമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? ഡെൽ ക്രോസ് A ക്രോസ് R ചെയ്യേണ്ടി വരുമ്പോൾ എന്താ പറയണേ? ഡിറ്റർമിനന്റ് IJK വന്നു. ഇവിടെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. മൂന്നാമത്തെ റോയിൽ വരുന്ന വാല്യൂസ് ഏതായിരിക്കും? നേരത്തെ കിട്ടിയ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോ അതിന്റെ ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വന്നത് ഇവിടെ എഴുതും അല്ലെ. ജെയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വന്നത് ഇവിടെ എഴുതും, കെയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വന്നത് ഇവിടെ എഴുതും. ജെയുടെ കോയിഫിഷ്യന്റ് മൈനസ് സൈന്റെ കാര്യം ശ്രദ്ധിച്ചോളാം. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ക്ലിയർ ആണോ? എല്ലാവരും ഇത് ചെയ്യില്ലേ? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ അത് ചെയ്യാൻ പോയാൽ നമുക്ക് കുറെ സമയം പോകുന്നതാണ്. നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഒന്ന് രണ്ട് പ്രൂഫുകളും എക്സാമിന് ചോദിക്കാൻ നമുക്ക് സാധ്യതയുള്ള ലിസ്റ്റിലേക്ക് എടുക്കാവുന്നതാണ്. കേൾ ഓഫ് ഗ്രേഡ് എഫ് ഈക്വൽ ടു 0, ഡൈവർജൻസ് ഓഫ് കേൾ എഫ് ഈക്വൽ ടു 0, അതുപോലെ ഡെൽ ഡോട്ട് എൽ എഫ് ഈക്വൽ ടു ഇത്. ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും വന്നാലും നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തെടുത്താൽ മതി. ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് പറയാമോ? കേൾ ഓഫ് ഗ്രേഡ് എഫ് ഈക്വൽ ടു 0. നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഏത്? ഗ്രേഡ് എഫ്. ബൈ ഡെഫിനിഷൻ ഗ്രേഡ് എഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഡെൽ ഡോട്ട് എഫ്. ഡെൽ ഡോട്ട് എഫ് ആണോ? ഡെൽ എഫ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ വെക്ടർ എഫ് ആ വരേണ്ടത്, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഇത് ഇങ്ങനെയാ വരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. ഓക്കെ, ഇതാണ് ഗ്രേഡ് എഫ്. So what will be curl of grade f? Curl എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് ആണ്. ഡെൽ ക്രോസ് ഗ്രേഡ് എഫ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ക്രോസ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഡിറ്റർമിനന്റ് അല്ലേ? ഡിറ്റർമിനന്റ് ഐ ജെ കെ. പിന്നെ ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ ഈ റോയിലെ സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ഏതാ വേണ്ടേ? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഇനി തേർഡ് റോയിലോ ഗ്രേഡ് എഫ് വരണ്ടേ? ഗ്രേഡ് എഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. അപ്പൊ ഐയുടെ കോയിഫിഷ്യന്റ് വരുന്ന ഏതാ? ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പൊ ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ്. അടുത്തതോ ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഡിറ്റർമിനന്റ് ഓഫ് ദിസ് വൺ. ഇതെങ്ങനെയാ ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണേ? ഐ ഇൻറ്റു പറഞ്ഞോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സ്ക്വയർ എഫ് ബൈ ബൈ ഡോ സ്ക്വയർ ഓഫ് ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഇങ്ങനെയല്ല പറയണ്ടേ? ഡോ എഫ് ബൈ ഡോ ഇസഡ് മൈനസ് പിന്നെ
ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ശരിയാണോ? ഐ ഇൻറ്റു എഴുതിയത് മനസ്സിലായോ? ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും പോകും. ദാറ്റ് മീൻസ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം, അതിനുശേഷം ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ക്ലിയർ ആണോ? സോ മൈനസ് ജെ ഇൻറ്റു, അടുത്ത എന്താ പറയണേ, മൈനസ് ജെ ഇൻറ്റു, നിങ്ങളൊന്ന് പറഞ്ഞേ, ജെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളം ആണ് ഒഴിവാക്കേണ്ടത്. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ സെഡ്. യെസ്, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ്. യെസ്, പ്ലസ് കെ ഇൻറ്റു തേർഡ് കോളം ഒഴിവാക്കണം. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ്, ഓക്കെ അല്ലേ? ഈക്വൽ ടു എന്തെന്ന് വരും നിങ്ങൾ പറഞ്ഞേ? ഈക്വൽ ടു പറയേ, ഐ ഇൻറ്റു വരുന്നത് എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ, ആ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ ഇസഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് ഡോ വൈ ഓൾ ഇൻറ്റു ഐ. ഓക്കെ, മൈനസ് അടുത്ത് വരുമ്പോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു എന്ത് വരും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇനി ഓയിലേഴ്സ് മിക്സഡ് ഡെറിവേറ്റീവ് തിയറം, അങ്ങനെ ഒരു തിയറം പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഓർഡർ ചേഞ്ച് ചെയ്താലും ഡെറിവേറ്റീവിന് വ്യത്യാസം വരില്ല എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 0i പ്ലസ് 0j പ്ലസ് 0k എന്ന് വരും. മനസ്സിലാവുന്നോ? ഈക്വൽ ടു അത് മനസ്സിലായില്ല. ഏതാ മനസ്സിലാവാത്തെ? ഈ ക്വാണ്ടിറ്റി സീറോ അങ്ങനെ ഒന്നെന്നാ മനസ്സിലാവാത്ത. ഇത് ഈക്വൽ ആയതാണോ? ആ, അതായത് ഇവര് തമ്മിലുള്ള വ്യത്യാസം y ഈക്വൽ ടു, സോറി y വേണ്ട, u ഈക്വൽ അല്ലെങ്കിൽ f ഈക്വൽ ടു എക്സ് സൈൻ y z. ഇതാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ എടുത്തതാണ്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയുന്നു. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ? എക്സ് സ്ക്വയർ ആയിക്കോട്ടെ. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ? സൈൻ വൈ സെഡ് കോൺസ്റ്റന്റ് ആണ്. സൈൻ വൈ സെഡ് 2x എക്സ് സ്ക്വയർ, 2x sin yz. സൈൻ വൈ സെഡ്. ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിലോ x സ്ക്വയർ കോൺസ്റ്റന്റ് മൈനസ് cos yz into z. സൈൻ വൈ സെഡിന്റെ മൈനസ് ഇല്ല, ഡെറിവേറ്റീവ് മൈനസ് അല്ല, വരില്ല. cos yz into cos z. yz into yz ഡെറിവേറ്റീവ് z വരും. അപ്പൊ എക്സ് സ്ക്വയർ z cos yz എന്ന് ഞാൻ എഴുതിയ കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണോ?
ആ സംശയം ഉണ്ടോ? ഇല്ലല്ലോ. സ്റ്റെപ്പ് എഴുതണോ? വേണ്ട വേണ്ട. ഓക്കെ. ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിനെ ഒന്നുകൂടി ചെയ്യും, പാർഷ്യൽ ഡെറിവേറ്റീവ്. കണ്ടുപിടിക്കണമെങ്കിൽ ദിസ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ? ഇങ്ങനെയല്ലേ? ആ അതെ. അപ്പോ ഇതിന്റെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എന്തായിരിക്കും വരിക? 2 sin yz എന്ന് വരും. അതുപോലെ തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയറും കണ്ടുപിടിക്കാം. ഞാനത് തൽക്കാലം അങ്ങനെ അതിലേക്ക് പോകുന്നില്ല. വാട്ട് ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ? ഈ ഒരു നൊട്ടേഷന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നേ എക്സ് സ്ക്വയർ ഇസഡ് കോസ് വൈ ഇസഡ് ആണ്. ശരിയല്ലേ? അതെ അതെ. ഈക്വൽ ടു എന്ത് വരും? ഇത് മൊത്തം ഇസഡ് കോസ് വൈ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ 2x ഇൻറ്റു കോസ് വൈ സെഡ്. ഇതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. Now what is dou square f by dou x dou y dou x? Dou y dou x. ഇതെന്താ? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. Dou f by dou x. ഡോ എഫ് ബൈ ഡോ എക്സ് Equal to dou by dou y of dou f by dou x എന്തായിരുന്നു? 2x sin y z. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഇപ്പൊ 2x കോൺസ്റ്റന്റ് ആണ്. sin y z ന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് കോസ് sin ന്റെ അല്ല ഡെറിവേറ്റീവ് കോസ്. മൈനസ് ഇല്ല. cos ആ y കോസ് z പിന്നെ ഒരു സെഡ് കൂടി. അപ്പൊ എന്ത് വരും? 2xz cos yz. ഇവര് തമ്മിലൊന്ന് നോക്കിക്കേ. രണ്ട് ഈക്വലാ. രണ്ട് ഈക്വലാ. അത് ഇനി ഇതിന് പകരം നിങ്ങൾ എഫ് ഡെറിവേറ്റീവ് എക്സും വൈക്കും പകരം വൈയും ഇസഡും എക്സും ഇസഡും ഒക്കെ എടുത്താലും സെയിം ആയിരിക്കും. ഓയിലേഴ്സ് മിക്സഡ് ഡെറിവേറ്റീവ് തിയറം എന്നാണ് പറയുന്നത് അതിനെ. മിക്സഡ് ഡെറിവേറ്റീവ് തിയറം. മനസ്സിലായി സർ? ഓക്കെ. ഇത് പ്രകാരം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആരോട് ഈക്വൽ ആയിരിക്കും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ ഇസഡ് ആരോട് സെയിം ആയിരിക്കും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ വൈ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ആരോട് സെയിം ആയിരിക്കും? എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണമെന്നൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോ തൽക്കാലം നോക്കണ്ട. ഈ ഒരു ഐഡിയ ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ അത് ഉപയോഗിച്ചാണ് നമുക്ക് ഇവിടെ 0 വന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് എഴുതേണ്ട സ്റ്റെപ്പ്. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നോക്കാം. ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഗ്രേഡ് എഫ് കണ്ടുപിടിക്കുക, പിന്നെ കേളിന്റെ ഡെഫിനേഷൻ എടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതാണെങ്കിലോ ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ വന്നേക്കുന്നത്. ഇത് എന്ത് ചെയ്യും? പറയാമോ? ആദ്യം കേളഫ് വേണം. എങ്ങനെ കേളഫ് കണ്ടുപിടിക്കും? എഫ് നമുക്ക് അറിയില്ലാണ്ട് എങ്ങനെ കേളഫ് കണ്ടുപിടിക്കണേ? ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് കേള് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽ ക്രോസ് എന്നുള്ള ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എഫിന്റെ കമ്പോണൻസ് അറിയണം. പക്ഷെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഫിന്റെ കമ്പോണൻസ് അറിയേണ്ട കാര്യമില്ലായിരുന്നു. ശരിയല്ലേ? ഈ ക്വസ്റ്റിന്റെ അകത്ത് നമുക്ക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ കമ്പോണന്റ് എന്നുള്ള ആ രീതിയിലേക്ക് നമുക്ക് ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ കമ്പോണന്റ് അല്ല, ഫംഗ്ഷൻ എന്നുള്ള രീതി മതി. പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ഈ എഫിന്റെ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ് വെക്ടർ എഫ് ഈക്വൽ ടു എന്തെന്ന് പറയണം? നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോ പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ എന്നായിരിക്കും എടുത്തേക്കുന്നത്. അതോ F1i പ്ലസ് F2j പ്ലസ് F3k ആണോ?
ഏതെടുക്കണ്ടേ? F1. ഓക്കെ, അപ്പൊ വെക്ടർ എഫ് ഈക്വൽ ടു F1i പ്ലസ് F2j പ്ലസ് F3k ഇങ്ങനെ എടുക്കാം. ദിസ് ഇംപ്ലൈസ് കേൾ എഫ് എന്തായിരിക്കും? ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു എന്ത് വരും? ഡിറ്റർമിനന്റ് i j k dou by dou x dou by dou y dou by dou z f1 f2 f3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പറയൂ. ഇത് എക്സ്പാൻഡ് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്ത് വരും? ഡോ f3 by dou y മൈനസ് ഡോ f2 by dou z മൈനസ് j ഇൻറ്റു ഓക്കെ എന്ത് വരും? ഡോ f3 by dou x മൈനസ് ഡോ f1 by dou z plus k into dou f2 by dou x minus dou f1 by dou y. സംശയം ഉണ്ടോ? ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പോ കേളഫായി. ഇനി എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? ഡൈവേർജൻസ് ഓഫ് കേളഫ്. ഡൈവേർജൻസ് ഓഫ് കേളഫ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് കേളഫ് ഈക്വൽ ടു എന്ത് വരും? ഡെൽ ഡോട്ട് എന്നാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? പറയൂ. ഡൈവേർജൻസ് ആണ് എന്താ ചെയ്യണ്ടേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏത് കൊടുക്കണം? ഈ ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത് കൊടുക്കണം. അതേതാ? ഡോ f3 by ഡോ y മൈനസ് ഡോ f2 by ഡോ z. ഓക്കെ, പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് ഏത് കൊടുക്കണം? ഇതിനെ നമുക്ക് ഈ മൈനസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് മൈനസും ഇത് പ്ലസ് ഇങ്ങനെ എഴുതാമല്ലോ. ശരിയല്ലേ? സർ ഡോ ബൈ y അല്ലേ? ഡോ ഇസഡ് അല്ല, ഡോ വൈ. വൈ. അപ്പൊ എങ്ങനെ കൊടുക്കണം? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ f1 by ഡോ z മൈനസ് ഡോ f3 by ഡോ x. കുഴപ്പമില്ലല്ലോ അങ്ങനെ ഞാൻ പറയുമ്പോ? ഇത് ഈ ടൈം ഞാൻ ആദ്യം പറഞ്ഞു, ആ മൈനസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്തത് ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ? സംശയം ഉണ്ടോ? കൺഫ്യൂസിങ് ആവുന്നുണ്ടേ പറയണം. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യണേ. കൺഫ്യൂസിങ് ആയി ആർക്കെങ്കിലും കൺഫ്യൂസിങ് ആയി അതായത് ഞാനിവിടെ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ. ഒരു മിനിറ്റ്. ആർക്കെങ്കിലും കൺഫ്യൂസിങ് ആയെങ്കിൽ അത് മാറ്റാം. ഇതായിരുന്നു കേളഫ് വന്നേക്കുന്നത്. ഞാൻ ഇവിടെ ഈ ടേമിനെ മാത്രം ദിസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഈ ഒരു ടേമിനെ മാത്രം ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. അപ്പൊ പ്ലസ് ജെ ഇൻറ്റു എങ്ങനെ എഴുതും? ഡോ f1 by ഡോ z മൈനസ് ഡോ f3 by ഡോ x ഇങ്ങനെ എഴുതാമല്ലേ? ഈ മൈനസിനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയതാ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഐയുടെ കോയിഫിഷ്യന്റ് അത് എവിടെ എഴുതി, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോയിഫിഷ്യന്റ് ഡോ f1 by ഡോ z മൈനസ് ഡോ f3 by ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു ഏതാ പറയണേ? സോറി, പ്ലസ് കെ അല്ലല്ലോ, പ്ലസ് എന്ത് വരും?
Dou by dou z. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് Dou f2 by dou x minus ഡോ dou എഫ് ടു f1 ബൈ by ഡോ dou എക്സ് y. മൈനസ് ഡോ എഫ് വൺ ബൈ ഡോ വൈ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ? ഇനി വളരെ ഈസിയാണ്. ഡോ സ്ക്വയർ എഫ് ത്രീ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ടു ബൈ ഡോ എക്സ് ഡോ ഇസഡ് പ്ലസ് ഡോ സ്ക്വയർ എഫ് വൺ ബൈ ഡോ വൈ ഡോ ഇസഡ് മൈനസ് ഡോ സ്ക്വയർ എഫ് ത്രീ ബൈ ഡോ വൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ എഫ് ടു ബൈ ഡോ ഇസഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എഫ് വൺ ബൈ ഡോ ഇസഡ് ഡോ വൈ. ഓക്കെ, ഈ എഴുതിയത് സംശയം ഉണ്ടോ? ഈ സ്റ്റെപ്പ് എഴുതിയത് സംശയം ഉണ്ടോ? ഇല്ല. ക്ലിയർല്ലേ? അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ത്രീ ബൈ ഡോ വൈ, അതിനെ ഡോ സ്ക്വയർ എഫ് ത്രീ ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതാം. അതുപോലെ തൊട്ടടുത്ത് മൈനസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കേ, ഈ ഡോ എഫ് ത്രീ ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ത്രീ ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ത്രീ ബൈ ഡോ വൈ ഡോ എക്സും ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഇതൊന്ന് പോസിറ്റീവ് ഇത് നെഗറ്റീവ്, അപ്പൊ അവര് തമ്മിൽ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അതുപോലെ ഇത് നോക്കിക്കേ, ഡോ എക്സ് ഡോ ഇസഡും ഡോ ഇസഡ് ഡോ എക്സും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ എന്തെന്ന് വരും? വെക്ടർ. ഇത് വെക്ടർ ആണോ? അല്ല, 0. ഇത് വെറും സീറോന്നേ വരുള്ളൂ. സീറോ വെക്ടർ അല്ല, വെറും സീറോ ആണ്. ഇത് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയാവുന്നുള്ളൂ. ഇത് എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് വേഗം പറയാമോ? അത് വളരെ ഈസിയാണ്. ഏതാ ആദ്യം ചെയ്യണ്ടേ? ഇതിനെ ഇങ്ങനെ പറയാം കേട്ടോ, ഡൈവേർജൻസ് ഓഫ് ഗ്രേഡ് എഫ് ഇങ്ങനെ പറയാം. ഡെൽ സ്ക്വയർ എഫ് ഇങ്ങനെ നൊട്ടേഷനും പറയാറുണ്ട്. വേർ ഡെൽ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇങ്ങനെയും പറയാറുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനിവേ ഇങ്ങനെയും പറയാം എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചേ. ഇതെങ്ങനെ ചെയ്യുക? ഡെൽ ഡോട്ട് ഡെൽ എഫ്. ആദ്യം ഡെൽ എഫ് എഴുതുക. വാട്ട് ഈസ് ഡെൽ എഫ്? ശരിയല്ലേ? ആണോ? സോ ഡെൽ ഡോട്ട് ഡെൽ എഫ് എന്തായിരിക്കും? ഡെൽ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡെൽ എഫ്. കമ്പോണന്റ് ഏതൊക്കെയാ? ഐയുടെ കമ്പോണന്റ് ഏതാ? ആണോ? ഇങ്ങനെ എഴുതാമോന്ന് ഇത് മനസ്സിലായോ? മനസ്സിലായി സർ. ദിസ് ഈസ് ഈക്വൽ ടു എന്താ? ഇത് ഡെൽ സ്ക്വയർ എഫ് ബൈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് അതന്നെ ഡോ സെറ്റ് സ്ക്വയർ. ചോദിച്ചാലും 2 മാർക്കിനെ ചോദിക്കാനുള്ളൂ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായോ? ഇന്ന് കേൾ ഡൈവർജൻസ് പറഞ്ഞാലും അതിന്റെ ഈ രീതിയിലുള്ള കുറെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനൊരു 3 ക്വസ്റ്റ്യൻ ഇവിടുന്ന് സെലക്ട് ചെയ്തത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ 3 ക്വസ്റ്റ്യൻ ഞാനങ്ങ് ചൂസ് ചെയ്തേ. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി.
നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ സർ. ഓക്കെ.